ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈദിനൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും ചേർക്കാതെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വെറൈറ്റി പുഡിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടണോടൊന്ന് എല്ലാവരും പ്രസ് ചെയ്തേക്കണേ. ഇപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കുക. അതുപോലെ തന്നെ പുഡിങ് ട്രേ നമ്മൾ എന്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതും ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കുക. പിന്നെ കുറച്ച് സാധനങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ടും വെക്കാനുണ്ട് കേട്ടോ. പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ സ്ട്രോബെറി എടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടും കട്ട് ചെയ്തിട്ടും ഒക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഇതാ ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഞാനൊരു പൈനാപ്പിൾ പുഡിംഗ് ആണ് കേട്ടോ ആദ്യം തന്നെ കാണിക്കുന്നത്. അതിനായിട്ട് ഇതാ ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. ഒരു പാൻ എടുക്കുക. പിന്നെ അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പൈനാപ്പിൾ ഉണ്ടല്ലോ അതൊരു കപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയാണ് ചെയ്യുന്നത്. നിങ്ങൾ കൂടുതൽ വേണമെങ്കിൽ ഇതെല്ലാം കൂട്ടിയിട്ട് എടുക്കാം. പിന്നെ അര ഗ്ലാസ് പച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഗ്യാസ് ഓണാക്കി അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ പൈനാപ്പിൾ ഒന്ന് തിളച്ച് കുക്കായിട്ട് വരട്ടെ, ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ക്രീമി ടെക്സ്ചറിലുള്ളൊരു പൈനാപ്പിൾ പുഡിങ്ങാണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. ഈ ഒരു വേവിക്കുന്ന പണിയേ ഉള്ളൂ കേട്ടോ. പിന്നെ ജസ്റ്റ് ഇളക്കുന്ന പരിപാടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതാ പൈനാപ്പിൾ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതാ പൈനാപ്പിളൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിലേക്ക് ഇത് പാകമാണ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെല്ലാം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുമ്പോൾ എല്ലാം കൂട്ടിയിട്ടെടുക്കുക. ഇനി ആ ഒരു പഞ്ചസാര കിടന്നിട്ട് അതൊന്ന് കുക്കായി ഒന്ന് വരണ്ട് വരട്ടെ. ആ ഒരു സമയത്ത് ഞാനൊരു ചെറിയ കഷ്ണം ചൈന ഗ്രാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ മാത്രം ഈ ഒരു പുഡിങ്ങിൽ മാത്രമാണേ. നിങ്ങൾ ഒരു പാക്കറ്റ് പാൽ കൊണ്ട് ഈ പുഡിങ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 8 ഗ്രാം അല്ലെങ്കിൽ 10 ഗ്രാം വരെ ചൈന ഗ്രാസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ കണക്കാക്കിയിട്ട് എടുത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഇതൊരു ചെറിയ അളവാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചെറിയ പീസാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഒരു 3 ഗ്രാം പോലും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. അത് ജസ്റ്റ് ആ ഒരു ചൈന ഗ്രാസ് ഇല്ല അതൊന്ന് മെൽറ്റായി വന്നാൽ മതി കേട്ടോ. പിന്നെ ആ പഞ്ചസാരക്ക് അതിലൊന്ന് കുറുകിയതാ ഈ ഒരു രീതിയിലാവുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് ബാക്കി മിക്സിങ്. അത് മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ പാലൊക്കെ പിരിഞ്ഞു പോകും കേട്ടോ. ഇനി ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈയോടെ തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/2 കപ്പ് പാലാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് പോലും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഞാൻ കുറച്ച് ചെറിയ ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ എല്ലാം കൂട്ടിയിട്ട് എടുക്കുക. അപ്പോൾ എല്ലാം അളവും എല്ലാ കാര്യവും ഞാൻ ഇതിൽ ചേർത്ത എല്ലാം കൂട്ടിയിട്ടെടുക്കാനും മറക്കണ്ട. പാല് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കട്ടെ. എല്ലാ ഭാഗത്തേക്കും ആ ഒരു ഫ്രഷ് ക്രീം തിക്കായിട്ടല്ലേ ഉള്ളത് അതൊക്കെ ഒന്ന് മിക്സ് ആയിട്ട് വരണം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മിൽക്ക് മെയ്ഡ് അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ക്രീമി ടെക്സ്ചറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല തിക്കായിട്ടൊക്കെ വരും കേട്ടോ. ഇത് നല്ല ക്രീമി ടെക്സ്ചറിലായിട്ട് വരും. നമ്മൾ ചൈന ഗ്രാസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനിയൊന്നുമില്ല, നമ്മൾ എന്തിലാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ പാത്രത്തിലേക്ക് നേരിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് ഒരു ലൈറ്റ് പൈനാപ്പിൾ ഒരു ലൈറ്റ് കളർ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് കൂടുതൽ കളർ വേണമെങ്കിൽ യെല്ലോ കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അല്ലാണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ്. കാണാൻ ആ ഒരു യെല്ലോ കളർ നല്ലോണം ഉണ്ടാവില്ല എന്നേ ഉള്ളൂ കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇല്ലേ നമ്മൾ ഒഴിച്ചതിന് ശേഷം ആ മുകൾ ഭാഗത്ത് ഇങ്ങനെ പതയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് കോരി മാറ്റി കൊടുക്കണേ. കാര്യം അതിങ്ങനെ റെഡി ആയിട്ട് വരുമ്പോൾ അത് കാണാനൊരു ഭയങ്കര ഒരു ബോറാണ്. അത്രയേ ഉള്ളൂ. ടേസ്റ്റൊന്നും പ്രശ്നമൊന്നുമില്ല. ഏത് പുഡിംഗ് ആണെങ്കിലും അതൊന്ന് എടുത്ത് മാറ്റണം കേട്ടോ. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കണം. തണുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ സെറ്റായിട്ടേ ഉള്ളൂ കേട്ടോ. ഫുള്ളായിട്ട് സെറ്റായിട്ടില്ല. എന്നാലും ഇത് കണ്ടോ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം കേട്ടോ. 2 മണിക്കൂറൊക്കെ അങ്ങ് തണുപ്പിച്ചെടുത്തോ ടൈം ഉണ്ടെങ്കിൽ. നല്ല തണുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൈനാപ്പിൾ പീസസ് ഇത് വേവിച്ചിട്ടൊന്നുമില്ല കേട്ടോ, വെറുതെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ പൈനാപ്പിൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു ചെറിയ യെല്ലോ കളറും കാര്യങ്ങളൊക്കെ വരുന്നത് കണ്ടില്ലേ. എനിക്ക് തോന്നുന്നത് അത് മതിയാവുന്ന കേട്ടോ. പിന്നെ നല്ല ഫ്ലേവർ ഉണ്ടാവും നമ്മൾ ആ ഒരു ആ രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനത് സെൻറ്ററിൽ ഒരു മിൻറ്റ് ലീഫ് അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് സെറ്റായിട്ട് നമുക്കെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള നമ്മളെ പൈനാപ്പിൾ പുഡിങ്ങാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്.
ഇനി ഞാനിതൊന്ന് ഒന്ന് എടുക്കുന്നതും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, നല്ല ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. ഈ എടുക്കുന്ന പോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും, നല്ല ക്രീമി ടെക്സ്ചറും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ക്വാണ്ടിറ്റിയിലേക്ക് ഇത് മധുരം കറക്റ്റാണ്. നിങ്ങൾ കൂടുതൽ എടുക്കുമ്പോൾ കൂടുതൽ മധുരവും കാര്യങ്ങളൊക്കെ എടുക്കാൻ മറക്കണ്ട കേട്ടോ. നല്ല ഫ്ലേവർ ഉണ്ട്. കാര്യം അങ്ങനെ പൈനാപ്പിൾ കുക്ക് ചെയ്തിട്ട് അതിലേക്കാണ് നമ്മളെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ആ ക്രീമിലേക്കും എല്ലാത്തിലേക്കും കിട്ടും കേട്ടോ. ഇത്രയും ടേസ്റ്റുള്ളൊരു പൈനാപ്പിൾ പുഡിങ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അത്രയും ടേസ്റ്റുള്ള പൈനാപ്പിൾ പുഡിങ്ങാണ്. മസ്റ്റ് ട്രൈ ചെയ്യുക. പിന്നെ ചിലർക്കൊക്കെ ഫുഡ് കഴിച്ചാൽ പൈനാപ്പിൾ പുഡിങ് മസ്റ്റ് ആയിരിക്കും. അതിന് ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പുഡിങ് നോക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലേ, അതൊരു 1/2 ടീസ്പൂണ്, 1 ടീസ്പൂണൊന്നും വേണ്ട കേട്ടോ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചൂടുവെള്ളം തിളക്കണ്ട, ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു അരക്കപ്പിൻ്റെ താഴെ ഒരു 1/4 കപ്പൊക്കെ മതിയാവും കേട്ടോ. ഒരു 1/2 കപ്പ് എടുത്തോ, കുഴപ്പമില്ല. 1/2 കപ്പ് എടുത്തിട്ട് ആ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുക. ചൂടുവെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ പുഡിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള പാത്രത്തിലേക്ക് നമുക്ക് ബ്രെഡ് സൈഡെല്ലാം കളഞ്ഞിട്ടുള്ള ബ്രെഡ് വെച്ച് കൊടുക്കുക. ആ ഒരു പാത്രത്തിന് ലെവലായിട്ട് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് പൈനാപ്പിൾ ക്രീം പുഡിങ്ങാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹോട്ട് ചോക്ലേറ്റ് ബ്രെഡ് പുഡിങ്ങാണേ. അപ്പോൾ ഇതാ ഞാൻ ഈ പാത്രത്തിലേക്ക് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും അങ്ങനെ തന്നെ ഞാൻ ഈ ഒരു അളവിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ കൂട്ടിയെടുക്കുമ്പോൾ അതെല്ലാം കൂട്ടിയെടുത്തോ. ഇനി ആ ബ്രെഡില്ലേ അതൊന്ന് സോക്ക് ചെയ്യണം. നമ്മളാ ഒരു കോഫി മിക്സ് ഇല്ലേ, അതുകൊണ്ട് ഫുള്ള് ബ്രെഡൊന്ന് നനച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫി തന്നെ നിങ്ങൾ എടുക്കുക കേട്ടോ. സാധാ കോഫി എടുക്കണ്ട. ഇല്ലെങ്കിൽ മാത്രം എടുത്തോ. ഇല്ലെങ്കിൽ ഒരു 1-2 രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പാക്കറ്റ് കിട്ടൂലേ ഇൻസ്റ്റൻറ്റ് കോഫി, അത് വാങ്ങിച്ചോട്ടോ. അതാകുമ്പോൾ ഒന്നും കൂടെ ഫ്ലേവർ നല്ലതാണ്. ഇനിയൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, മിൽക്ക് പൗഡർ ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് അളവ് നമ്മുടെ കൊക്കോ പൗഡർ ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് അളവ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കൊക്കോ പൗഡറിന് പകരം നിങ്ങൾക്ക് ചോക്ലേറ്റ് ഇല്ലേ, ഡാർക്ക് ചോക്ലേറ്റ്, അത് മെൽറ്റ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുക. അതൊരു കഷ്ണം ഇട്ട് കൊടുത്താലും ചിരകിയിട്ടൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു സമയത്ത് പഞ്ചസാര ചേർക്കുമ്പോൾ നിങ്ങൾ ചോക്ലേറ്റിൽ മധുരം ഉണ്ടാവും, അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാൻ, കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു പൗഡർ എല്ലാം ഒന്ന് മിക്സ് ആയിട്ട് വേണം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ ദാ ഞാൻ ഗ്യാസ് കത്തിച്ചതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്, മീഡിയം ടു ലോ ഫ്ലെയിം. ഇനി ഒന്ന് കുറുക്കിയിട്ടെടുക്കുക. പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. 2-3 മിനിറ്റ് ഒന്ന് കുക്കാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. ഭയങ്കര തിക്കാക്കിയിട്ട് എടുക്കരുത്, ഇങ്ങനെ ഹാർഡായിട്ട് പോകരുത്. ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ചോക്ലേറ്റ് മിക്സ് ഇതാ ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടുമേ. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെറ്റാക്കിയിട്ട് കൊടുക്കുക. ബ്രെഡിൻ്റെ മുകളിലേക്ക് ഈ ഒരു നമ്മളെ ചോക്ലേറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കൊക്കോ മിൽക്ക് മിക്സ് അത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ചെറിയ ക്വാണ്ടിറ്റിയാണ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റിൻ്റെ ഭാഗം, അതായത് ഈ ഒരു മിക്സ് കുറച്ച് കൂടുതൽ തന്നെ ആക്കിയിട്ട് എടുത്തോ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കൊന്ന് റെഡി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര നീറ്റാക്കൊന്നും വേണ്ട. അതിന് മുകളിൽ നമ്മൾ ക്രീം കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് മിക്സിയിലോ അല്ലെങ്കിൽ ബീറ്ററോ വെച്ചിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ കേട്ടോ. നമ്മൾ കേക്കിനൊന്നും എടുക്കുമ്പോൾ ഭയങ്കര വിപ്പാക്കിയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ലെയറും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക കേട്ടോ. ആ ഒരു ചോക്ലേറ്റിൻ്റെ ഭാഗം മാത്രം മതി. കുറച്ച് നട്ട്സോ എന്തെങ്കിലും ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അതന്നെ കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ ആ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ ഹാർഡാക്കിയിട്ട് എടുക്കരുത് കേട്ടോ. സ്മൂത്തായിട്ട് വേണം എടുക്കാൻ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതാ ഞാൻ എല്ലാം ഒന്ന് വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ 3 ലെയറിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു കേക്കിൻ്റെയോ ഒരു പുഡിങ്ങിൻ്റെയോ എന്താണെന്ന് പറയാൻ പറ്റില്ല, അത്രയും ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്.
പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഭയങ്കരമായിട്ടുള്ള പ്രോസസ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. വേഗം ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. ഇനി ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മുടെ കൊക്കോ പൗഡറില്ലേ അതൊരു അരിപ്പയിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഇങ്ങനെ വീഴാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കൈ കൊണ്ട് ഇടുമ്പോൾ ആ ഒരു കറക്റ്റായിട്ട് കിട്ടില്ല, അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കും. അതിന് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കുറേ ഇടണമെങ്കിൽ ആ ഒരു ഫ്ലേവർ കുറേ ഇഷ്ടമാണെങ്കിൽ കുറേ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ എനിക്ക് ലൈറ്റായിട്ടാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് അടിയിൽ നമ്മൾ ആ ഒരു ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതാ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, ഇനി നന്നായിട്ട് തണുപ്പിക്കുക. ഇത് സെറ്റ് ആവാനൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല, തണുപ്പിച്ച് എടുക്കാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ട് നമുക്കെടുക്കാം. അപ്പോൾ അതിൻ്റെ വശങ്ങളൊക്കെ ഒന്ന് ഞാനൊരു ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് തുടച്ചൊന്ന് ക്ലീൻ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഈസിയല്ലേ ഈ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ആവശ്യമില്ല. നമ്മളെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ഇതൊക്കെ നമ്മൾ തന്നെ കഴിക്കേണ്ടി വരുമല്ലോ, അതുകൊണ്ട് ചെറിയൊരളവിലുള്ള മധുരവും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൽ പിന്നെ നമുക്ക് വിപ്പിംഗ് ക്രീമും കൂടെ വരുന്നത് കൊണ്ട് അതിൻ്റെ മധുരവും കൂടെ നമുക്ക് കിട്ടും. വിപ്പിംഗ് ക്രീം നിങ്ങൾ ചെറിയ ക്യാഷിന് കിട്ടുന്ന ഒരു പൗഡർ മിക്സ് ഇല്ലേ, പാല് ചേർത്തിട്ട് ഉണ്ടാക്കാൻ വിപ്പ് ചെയ്ത് എടുക്കുന്നത്, അതൊക്കെ വാങ്ങിയാലും മതി കേട്ടോ. അതിനൊക്കെ ചെറിയൊരു എമൗണ്ടൊക്കെ അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റുള്ള പുഡിങ് ആട്ടോ, മസ്റ്റ് ട്രൈ ആയിട്ടാണേ. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന എല്ലാം വെറൈറ്റി ആയിട്ടുള്ള നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന എന്നാൽ അടിപൊളിയായിട്ട് നമ്മൾ എപ്പോഴും ചെയ്തിട്ടില്ലാത്ത പുഡിങ്ങൊക്കെയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ നമുക്കങ്ങനെ സ്കൂപ്പ് ചെയ്ത് സ്പൂൺ കൊണ്ട് എടുക്കുകയും ചെയ്യാം. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, കേക്ക് പോലെ നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഇത് അങ്ങനെ അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ ആക്കിയിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ 3 ലെയറും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇത് കണ്ടോ, 3 ലെയറും നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. കാണാൻ നല്ല രസം. അങ്ങനെ ആകുമ്പോൾ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇങ്ങനെ നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. അടിപൊളി ഒരു പുഡിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കഴിച്ചിട്ടും മതിയാവുന്നില്ല കേട്ടോ. റഫീക്കയും ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷമാണ് കേട്ടോ പുഡിങ്ങൊക്കെ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കുന്നത്. അങ്ങനെ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പുഡിങ് നോക്കാം. ഇത് അതിനേക്കാളും എളുപ്പമാണ് ഉണ്ടാക്കാനും അതിനേക്കാളും ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതാ പാന് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ്, ഒരു 2 ടീസ്പൂണൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങളെ കയ്യിലുള്ള നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട്, പൊടിക്കണ്ട, കട്ട് ചെയ്തിട്ടിട്ട് കത്തി കൊണ്ട് കട്ട് ചെയ്താൽ മതി. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. നെയ്യിൽ ഈ നട്ട്സ് റോസ്റ്റ് ചെയ്യുമ്പോഴല്ലേ അത് പുഡിങ്ങിലൂടെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആട്ടോ, വെറുതെ ഇടുന്നതിനേക്കാളും. അപ്പോൾ അത് റോസ്റ്റായി വന്നപ്പോൾ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. ഈ ഒരു സ്മെല്ല് തന്നെ അടിപൊളിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് സേമിയല്ലേ, സാദാ സേമിയല്ല, ഇപ്പോൾ ചെറിയ സേമിയ കിട്ടുന്നില്ലേ, രാജാ സേമിയ, അങ്ങനെ ഞാനൊരു പ്രത്യേക അത് പറയുന്നതല്ല, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ അതല്ല കേട്ടോ, അത് വേറെ എനിക്ക് കിട്ടിയത്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ചെറിയ സേമിയ, നല്ല തിന്നായിട്ടുള്ള, നമ്മൾ സാധാ ഉപയോഗിക്കുന്ന സേമിയ അല്ല. സാധാ ഉപയോഗിക്കുന്ന സേമിയയിൽ ഉണ്ടാക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ആ ഒരു സേമിയൻ്റെ ഫീൽ ഉണ്ടാവില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ കിട്ടുക ഈ ഒരു സേമിയ എടുത്താലാണ്. അപ്പോൾ ഇതന്നെ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. സാധാ സേമിയയിലും ഉണ്ടാക്കാം, പക്ഷേ ഇത് ഒന്നുകൂടി ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ഇതാ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പൊടിക്കണ്ട, ഒന്ന് ആ വലുതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ എൻ്റെ കയ്യിൽ 2 പിടി, അതായത് ഒരു കപ്പളവ് എടുത്തിട്ടുണ്ടാവും, അത്ര തന്നെ. ഇനി നമ്മുടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ നെയ്യിലേക്കില്ലേ ആ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ചെറിയൊരു ഗോൾഡൻ കളറിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്താൽ മതിയേ, കാരണം പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഒന്ന് ലൈറ്റ് ഒന്ന് കളർ ചേഞ്ച് ആയാൽ മതി കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ, ഈ സേമിയൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുക്കാവുകയെ, പെട്ടെന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്നിട്ട് വരട്ടിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് കുക്കാവും. ഇനിയിപ്പോൾ അതിലേക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് അളവ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാല് ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഒരു 1/2 കപ്പ് അളവ് സാദാ പാല് ചേർത്ത് കൊടുക്കുക, ചൂടില്ലാത്ത പാല് കേട്ടോ, അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിം, ഈ സേമിയ ആയതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തോ. അതിൻ്റെ കൂടെ കുക്കായും കിട്ടും, ആ ഒരു പാല് നമുക്കിങ്ങനെ വരണ്ട് വരികയും ചെയ്യും കേട്ടോ. ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതൊന്ന് സെറ്റായിട്ട് വരട്ടെ. ഇതും നമുക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. ഇത് കണ്ടോ, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും കേട്ടോ. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിലായിട്ട് കിട്ടും. ഇത് റെഡി ആയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ സേമിയ കുക്കാവുകയും ചെയ്ത് അത് വരണ്ടും വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, നട്ട്സുകൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. ഇത് നമ്മളെ ഒരു ലെയറാണ് കേട്ടോ.
ഇനി ഒരു ലെയറും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടുണ്ട്, ഒരു ക്രീം ലെയർ, അതും കൂടെ ഒരു കസ്റ്റാർഡ് ലെയറും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. ഒരു ബൗളിലേക്ക് കുറച്ച്, അതായത് ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ പ്ലെയിൻ എടുത്തോ, വാനില എടുത്തോ കേട്ടോ, അതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ്. ഒരു പ്രത്യേക ഫ്ലേവർ എടുക്കണ്ട. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി സാദാ പച്ചവെള്ളം ഒരു 1/4 കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ അടിയിൽ പിടിക്കരുത്, കട്ട ഇട്ടരുത് കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി കുറച്ച് പാല് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1 പാക്കറ്റ് പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ഈ സമയത്ത് മിൽക്ക് മെയ്ഡ് കയ്യിലില്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മധുരം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. ഇനി പാല് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് മിക്സ് ഇല്ലേ, അത് കസ്റ്റാർഡ് കോൺഫ്ലവർ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. കൈ എടുക്കാതെ ഇളക്കുക. കസ്റ്റാർഡ് പൗഡർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അടികട്ടിയുള്ള പാത്രത്തിൽ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക, കുറുക്കിയെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളെ ഒരു ക്രീം കസ്റ്റാർഡ് മിക്സും ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഭയങ്കര എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്, പക്ഷേ ടേസ്റ്റ് കിട്ടുന്ന ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും സേമിയല്ലേ അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ. അടിപൊളി ടേസ്റ്റ്. ആ കഴിക്കുമ്പോൾ ഇതെന്താന്ന് പോലും മനസ്സിലാവില്ല. ആ നെയ്യിൻ്റെ ഫ്ലേവറും എന്താ പറയുക, ആ ഒരു ക്രീമി ടെക്സ്ചറും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് നമ്മളെ സേമിയ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് 1 or 2 ലെയറൊക്കെ ചെയ്ത് കൊടുക്കുക. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം സേമിയ ലെയർ ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക, എന്നിട്ട് ക്രീം ലെയർ ഒഴിച്ചു കൊടുക്കുക, അതിന് മുകളിൽ, എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ആ ഒരു കസ്റ്റാർഡ് ഭാഗം ഒന്ന് സെറ്റായതിനു ശേഷം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് സേമിയ ലെയർ കൊടുക്കുക, പിന്നെ കസ്റ്റാർഡ് ലെയർ കൊടുക്കുക, പിന്നെ ഗാർണിഷ് ചെയ്യുക. ആ രീതിയിൽ ചെയ്തെടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റ ലെയറിലെ ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ ഇതിനൊക്കെ ഉണ്ടാക്കുമ്പോൾ 2 ലെയറൊക്കെ വെച്ച് ചെയ്യുക കേട്ടോ. നല്ലതായിട്ടുണ്ടാവും. അടിപൊളി ടേസ്റ്റ് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. പിന്നെ ഇതാ സേമിയ ഒന്ന് എല്ലാ ഭാഗത്തേക്കും സ്പൂൺ കൊണ്ട് ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കസ്റ്റാർഡ് ക്രീമില്ലേ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കട്ടെ. ഇനി ഇതൊന്ന് സെറ്റായിട്ട് വരട്ടെ. മുകൾ ഭാഗം ഒന്ന് സെറ്റായതിനു ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ചെറുതായിട്ടൊന്ന് സെറ്റായിട്ട് വന്നപ്പോൾ അതിൻ്റെ മുകളിൽ സേമിയ വെച്ചിട്ട് തന്നെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. കാര്യം ഇത് നിങ്ങൾ സേമിയ തന്നെ മുകളിൽ ഇട്ട് കൊടുക്കണം. ഇനി കയ്യിൽ ബാലൻസ് ഇല്ലെങ്കിൽ നട്ട്സ് എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. സേമിയ ഇട്ട് കൊടുത്താൽ ഒരു നല്ലൊരു എന്താ പറയുക റിച്ച് ലുക്കാട്ടോ കാണാനായിട്ട്. നമുക്കിത് എന്താണെന്നും തിരിയൊന്നുമില്ല. മുകളിൽ കുറച്ച് സേമിയ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് നട്ട്സ്, എന്താ പറയുക, നിങ്ങൾ റോസ്റ്റ് ചെയ്ത നട്ട്സ് ഒന്നും വേണമെന്നില്ല, വെറുതെ ജസ്റ്റ് കട്ട് ചെയ്ത നട്ട്സും കൂടെ ഞാൻ ബദാമും കാഷ്യൂനട്ടാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കുക. അതും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ ആ ഒരു സേമിയയും അതിൻ്റെ മുകളിൽ നട്ട്സും കൂടെ വന്നപ്പോൾ ഒരു വേറെ തന്നെ ഒരു ഭംഗിയില്ല കാണാനായിട്ട്. നേരിട്ട് കാണുമ്പോൾ അതിനേക്കാളും രസമാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ ഡെക്കറേഷൻ ഇത് മാത്രം മതി, അടിപൊളിയാണ് കാണാൻ കേട്ടോ. കാണാനും മാത്രമല്ല കഴിക്കാനും അടിപൊളിയാണ്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കട്ടെ. നന്നായിട്ട് സെറ്റായിട്ട് വരട്ടെ കേട്ടോ. സെറ്റാവാനൊന്നുമില്ല, നന്നായിട്ട് തണുത്ത് വരണം, അതാണ് കേട്ടോ പുഡിങ്. അത് അങ്ങനെയല്ലേ ടേസ്റ്റ്. ഇപ്പോൾ ഇത് കണ്ടോ, ഞാനിപ്പോൾ ഇത് സെറ്റായതിന് ശേഷം പുറത്തെടുത്തത് ആ ഫ്രിഡ്ജിൽ നിന്ന്. ഇത് നല്ല ജെല്ലി പോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രീമി ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ടെക്സ്ചർ നിങ്ങൾ കണ്ടു നോക്കിക്കോ. കണ്ടോ നല്ല ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. അടിയിലത്തെ ആ ഒരു സേമിയ ലെയറും അതുപോലെ തന്നെ കസ്റ്റാർഡ് ലെയറും കൂടെ അങ്ങനെ കൂട്ടിയിട്ട് എടുത്തിട്ട് വേണം കേട്ടോ കഴിക്കാനായിട്ട്. സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ആ ഒരു നെയ്യിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ആ ഒരു നട്ട്സിൻ്റെ ക്രഞ്ചി ഫീലും കാര്യങ്ങളും എല്ലാം കിട്ടും കേട്ടോ. ഞാൻ പറയുന്നില്ല, പിന്നെയും പറഞ്ഞ് ഇതാക്കുന്നില്ല. അടിപൊളി ടേസ്റ്റാണ്. എല്ലാം അടിപൊളി എന്ന് എന്താ പറയുന്നതെന്ന് വിചാരിക്കും. എല്ലാം അത്രയ്ക്ക് സൂപ്പറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഇതിന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പം ഏതാണ് ചെയ്യാൻ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇതിന് സെലക്ട് ചെയ്തോ. ടേസ്റ്റ് എല്ലാം അടിപൊളി തന്നെയാണ് കേട്ടോ. ഇതാ അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. മധുരവും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇത് കറക്റ്റാണ്. നിങ്ങൾ കൂട്ടിയിട്ട് എടുക്കുമ്പോൾ കൂട്ടി എടുക്കുക കേട്ടോ, അത് മറന്നു പോകണ്ട. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ഉണ്ടാക്കുന്നത് സ്ട്രോബെറി വെച്ചിട്ടാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ്, ഇപ്പോൾ മാങ്ങയാണെങ്കിൽ മാങ്ങ എടുക്കുക, പൈനാപ്പിൾ എടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് എടുക്കുക കേട്ടോ. മാങ്ങയാണെങ്കിൽ എല്ലാം അതുപോലെ ചെയ്യാം.
ഞാനിപ്പോൾ സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളത്. സ്ട്രോബെറി കഴുകി ക്ലീൻ ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സെറ്റ് ആകാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സ്ട്രോബെറിൻ്റെ ഏത് ഫ്രൂട്ട്സ് ആണോ അതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫ്രൂട്ട്സ് ഇപ്പം ഞാൻ സ്ട്രോബെറി എടുത്തിട്ടില്ല. അപ്പോൾ സ്ട്രോബെറീൻ്റെ തന്നെ ജെല്ലി ക്രിസ്റ്റൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഷോപ്പിൽ. ഇത് ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, നമുക്ക് ഇതിനൊക്കെ കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇതാ ജെല്ലി ക്രിസ്റ്റൽ ഞാൻ എടുത്തിട്ടുള്ള സ്ട്രോബെറി തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്ലേവറോ ഒക്കെ എടുക്കാം. പൈനാപ്പിളാണ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ പൈനാപ്പിൾ ക്രിസ്റ്റൽ എടുക്കാം. മാങ്ങേൻ്റെ ആണെങ്കിൽ മാങ്ങ എടുക്കാം. അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പിന്നെ അതാ കുറച്ച് വെള്ളം, അതായത് അതിൽ തന്നെ അളവുണ്ടാവും. ഇതിലിപ്പോൾ 500 ml ആണ് കേട്ടോ വെള്ളം ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ക്രിസ്റ്റൽ ജെല്ലിയിൽ ആ പൗഡർ അതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. മധുരം ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മധുരം ചെക്ക് ചെയ്ത് നോക്കുക. മധുരം ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുക. കാരണം സ്ട്രോബെറിയാണ്, ചെറിയ പുളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മധുരം കുറച്ചുകൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഞാനിപ്പോൾ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി നന്നായിട്ടൊന്ന് അത് ഫുൾ തണുക്കണ്ട, ചെറുതായിട്ടൊന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് സ്ട്രോബെറീൻ്റെ മുകളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഞാനിതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ജെല്ലി ആയിട്ട് കിട്ടൂലേ, മുകൾ ഭാഗിനെ സെറ്റായി കിട്ടൂലേ, ആ ഒരു പരുവത്തിൽ നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം. അത് എപ്പോഴാണോ ആവുന്നത് അപ്പോൾ പുറത്തേക്ക് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതവിടെ റെഡി ആയിട്ട് വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് അത് സെറ്റായതിന് ശേഷം മാത്രം മിൽക്ക് മിക്സ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇനി ഒരു പാക്കറ്റ് പാലിലേക്ക് 1/4 കപ്പ് അളവ് പഞ്ചസാരയെ ഞാൻ ചേർത്ത് കൊടുത്തത്. നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ലേ, 1/2 കപ്പ് പഞ്ചസാര എടുത്തു കേട്ടോ. കാരണം ഞാൻ മധുരം കുറച്ചാണ് ചെയ്തെടുത്തത്. അപ്പോൾ ഈ മധുരം പോരാട്ടോ, എന്തായാലും നമ്മളിപ്പോൾ നോമ്പിനൊക്കെയാണല്ലോ ഇത് കഴിക്കുക, അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ നമ്മുടെ കോൺഫ്ലോർ ഇല്ലേ, അതും കൂടെ ചേർത്ത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കേട്ടോ. കസ്റ്റാർഡ് പൗഡർ നിങ്ങൾ എടുക്കുമ്പോൾ പ്ലെയിൻ എടുത്തോ, അതാണ് ഒന്നുകൂടെ നല്ല ഫ്ലേവർ ഉള്ളത് എടുക്കണ്ട കേട്ടോ. വാനില ഫ്ലേവർ എടുത്താൽ മതി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാതെ, കസ്റ്റാർഡ് ആയതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അടികട്ടിയുള്ള പാത്രം എടുക്കുക, കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക, നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇതുപോലെ ക്രീമി ആയിട്ട് കിട്ടും കേട്ടോ. തിളച്ച് ഒരു ക്രീമി രൂപത്തിൽ ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മധുരമൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അത്യാവശ്യം മധുരം വേണം, കാരണം ഞാൻ പറഞ്ഞല്ലോ സ്ട്രോബെറിക്ക് അത്യാവശ്യം പുളി ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബാലൻസ് ആയിട്ട് വരണമല്ലോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്ട്രോബെറി ആ ഒരു ലെയർ ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെത് കുറച്ചുകൂടെ ഒന്ന് സെറ്റാവാനുണ്ടായിരുന്നു, ക്ഷമയില്ലാത്തത് കൊണ്ട് ചെയ്തതാണ് കേട്ടോ. നിങ്ങൾ നല്ലോണം സെറ്റായിട്ട് കൈകൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് ആ ഒരു ജെല്ലി ടൈപ്പ് ആയതിനു ശേഷം മാത്രം ഈ ഒരു ക്രീം മിക്സ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത് മറക്കണ്ട. അപ്പോൾ നമ്മളെ കസ്റ്റാർഡ് മിക്സും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഭയങ്കര എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്, കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. നന്നായിട്ട് കസ്റ്റാർഡ് ഭാഗം കൂടെ ഒന്ന് സെറ്റായി കിട്ടട്ടെ. അതിന് ശേഷം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനൊരു ചെറുതായിട്ട് തണുത്തതിന് ശേഷം കുറച്ച് സ്ട്രോബെറി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്ത് ഫ്രൂട്ട് വേണമെങ്കിലും, നിങ്ങൾ എന്ത് ഫ്രൂട്ട് വേണോ വെച്ചിട്ടാണോ ചെയ്തെടുക്കുന്നത് ആ ഫ്രൂട്ട് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തോ. അതായിരിക്കും നല്ല. നട്ട്സും കാര്യങ്ങളൊന്നും ഇതിലേക്ക് ചേരൂല കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ട്രോബെറി 2 ആക്കിയിട്ട് ഒന്ന് സ്പ്ലിറ്റ് ആക്കിയിട്ട് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അടിയിലത്തത് എൻ്റെത് കുറച്ച് സെറ്റാവാൻ കുറവുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ എൻ്റെത് ആ ഒരു റെഡ് കളറ് ചെറുതായിട്ട് മുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ടേസ്റ്റിനൊന്നും ഒരു പ്രശ്നമൊന്നും വരില്ല, ഭയങ്കരമായിട്ട് ഇങ്ങനെ മിക്സ് ആയിട്ടൊന്നും പോകുകയൊന്നുമില്ല, അതൊന്നും പേടിക്കണ്ട. പക്ഷെ സെറ്റായതിന് ശേഷം മാത്രം നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റുള്ള പുഡിങ് കേട്ടോ. കുട്ടികൾക്കൊക്കെ, സ്പെഷ്യലി കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. ഈ ഒരു സ്ട്രോബെറി അവർക്ക് വലിയവർക്കാളും കൂടുതൽ ഇഷ്ടം കുട്ടികൾക്കല്ലേ. അപ്പോൾ ഇനി ഞാനത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റായതിന് ശേഷം ഇപ്പോൾ ഞാനൊന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ താഴത്തെ ലെയറും മുകളിലത്തെ ലെയറും എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മുകളിൽ ക്രീമി ടെക്സ്ചറും താഴത്തെ ആ ഒരു സ്ട്രോബെറി ജെല്ലിയും ഒക്കെ കൂടെ ആയിട്ട് നല്ല ടേസ്റ്റ് ആ ഒരു മിക്സ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ ക്രീം മിക്സൊക്കെ കുറച്ചുകൂടെ കൂടുതൽ പാലിൽ കൂടുതൽ അളവിൽ ചെയ്തെടുത്താൽ കേട്ടോ, നല്ലതായിരിക്കും കഴിക്കാനായിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനെല്ലാം ചെറിയ ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളിത് ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതല്ലല്ലോ, നിങ്ങൾക്ക് റെസിപ്പി നേരത്തെ തരണമല്ലോ, അതിന് വേണ്ടിയിട്ട്
ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. മധുരം കുറച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾ മധുരമെല്ലാം കറക്റ്റാക്കി എന്താ പറയുക, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഞാൻ ഈ കാണിച്ച 4 അടിപൊളി പുഡിങ്ങാണ്. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്ലേവർ പുഡിങ് വേണമെങ്കിൽ നമ്മൾ ഒരുപാട് ബട്ടർ പുഡിങ്, ഇളനീർ പുഡിങ്, പൈനാപ്പിൾ പുഡിങ് വേറെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പുഡിങ്ങുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ആക്കി നോക്കുക കേട്ടോ. പുതിയ വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ റൈസ് റെസിപ്പിയൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക, ബിരിയാണി എല്ലാം. അപ്പോൾ ഈ ഇതിനും എനിക്ക് തോന്നുന്നത് ഞാൻ റൈസും അതുപോലെ തന്നെ പുഡിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ലതായിട്ട് തന്നെ ട്രൈ ആക്കി നോക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുകൊണ്ട. അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തെന്നെയാണെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.